നിങ്ങളൊരു ഊബർ ഡ്രൈവറാണ്, നിങ്ങളൊരു കാർ ഓടിക്കുന്ന ആളാണ് ടാക്സിയിൽ. എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ഓർത്ത് വെച്ചോ. നിങ്ങളുടെ വണ്ടി ഒരു 5 വർഷം കഴിഞ്ഞ വണ്ടിയാണെങ്കിൽ അതിനെന്തായാലും കംപ്ലൈൻറ്റുകൾ ഓരോന്നോരോന്നും ഉണ്ടാവുമല്ലോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 5 വർഷം കഴിഞ്ഞ വണ്ടി അല്ലെങ്കിൽ ഒരു 1.5 ലക്ഷം 2 ലക്ഷം കഴിഞ്ഞ വണ്ടി ആണെങ്കിൽ മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യുക. അതായത് നിങ്ങളുടെ പരിചയത്തിലുള്ള ഒരു മെക്കാനിക്കോ ഇലക്ട്രീഷ്യനോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് അടുത്തായിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ അവരെ കൊണ്ടൊന്ന് ചെക്ക് ചെയ്യിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ അതുവരെ അല്ലെങ്കിൽ വണ്ടിക്ക് ഇപ്പം നിലവിൽ എന്തൊക്കെയാണ് ഇഷ്യൂസ് എന്നുള്ളത് അവർ ലിസ്റ്റ് ചെയ്ത് തരും. അതായത് ഫുൾ ചെക്കപ്പ് ചെയ്തിട്ട് ലിസ്റ്റ് ചെയ്ത് തരും. അത് ഒറ്റയടിക്ക് ചേഞ്ച് ചെയ്യാം. അതായത് ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 10,000-20,000 രൂപ അത് ചിലവാകും ആ ഒരു സമയത്ത്. പക്ഷേ അത് ഭയങ്കരമായിട്ട് വർത്താണ്. കാരണം നിങ്ങൾ ഓരോ സമയത്തും ഓരോ ദിവസവും ഓരോന്നായിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് അത് റിപ്പയർ ചെയ്യാനായിട്ട് ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അന്നത്തെ ദിവസത്തെ നിങ്ങൾക്ക് ഓടാനുള്ള നിങ്ങളുടെ ഏണിങ്സ് പോവാണ് ആ ദിവസത്തെ. പിന്നെ നിങ്ങളുടെ മൂഡ് പോവും. അതായത് ഓരോ ദിവസം കംപ്ലൈൻ്റ് ആണ്, അങ്ങനെ ഒരു ഫീലിംഗ് വരും. പിന്നെ ഇലക്ട്രിക്കലി നോക്കുവാണെങ്കിൽ വയറിംഗ് ഒക്കെ ഹാർഡാകും ഒരു 4-5 വർഷം കഴിഞ്ഞ് ഓടിച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി, മെസ്സേജ് ചെയ്താൽ മതി എനിക്ക്.